ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ പുഞ്ചിരിക്ക് പിന്നിലെ ഒരു സൂപ്പർ ഹീറോയെക്കുറിച്ചാണ്. അതെ, ഫേഷ്യൽ നെർവ്. പക്ഷേ ഒരു മിനിറ്റ്, പുഞ്ചിരി മാത്രമല്ല കേട്ടോ ഇതിന്റെ പണി. നിങ്ങൾക്കറിയാമോ, ഇതേ നെർവ് തന്നെയാണ് നമ്മളെ കരയിപ്പിക്കുന്നതും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ ആ ഒരു കിടിലൻ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നതും. ഭയങ്കര സംഭവമല്ലേ? അപ്പോ ഈ അത്ഭുതത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ സങ്കടപ്പെടുമ്പോഴൊക്കെ മുഖത്തീ ഭാവങ്ങളിങ്ങനെ മിന്നിമറയുന്നില്ലേ? ഇതിനെയൊക്കെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? യെസ്, നിങ്ങൾക്ക് പലർക്കും ഉത്തരം കിട്ടിക്കാണും. അത് നമ്മുടെ ഫേഷ്യൽ നെർവ് തന്നെ. മുഖത്തെ ഭാവങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇതൊരു പ്രധാനിയാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഞാൻ പറയുവാണ്, ഈ നെർവിന് മുഖഭാവം നിയന്ത്രിക്കുക എന്നതിലുപരി വേറെയും ചില പണികളുണ്ട് എന്ന്. എന്തായിരിക്കും അത്? അത് മറ്റൊന്നുമല്ല, നമ്മൾ സങ്കടം വരുമ്പോ കരയുന്നില്ലേ? ആ കണ്ണുനീരു വരാൻ കാരണം ഈ പുള്ളിക്കാരനാണ്. അതിശയമായി തോന്നുന്നില്ലേ? ഇതുകൊണ്ടും തീർന്നില്ല. നല്ലൊരു ബിരിയാണി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല മധുരമുള്ളൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നാവിൽ ആ രുചി കിട്ടുന്നില്ലേ? ആ ടേസ്റ്റിന്റെ സിഗ്നൽ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ ഇതേ ഫേഷ്യൽ നെർവാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇതാണ്. ഈ ഫേഷ്യൽ നെർവിന്റെ അത്രയൊന്നും ആർക്കും അറിയാത്ത 4 പ്രധാനപ്പെട്ട ജോലികൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മുഖഭാവം, കണ്ണുനീര്, വായിൽ വെള്ളം വരുന്നത്, പിന്നെ രുചി. ഇതെല്ലാം ഒരൊറ്റ നെർവ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഇതിന്റെ മെയിൻ ജോലിയിൽ നിന്ന് തുടങ്ങാം. അതായത് മുഖഭാവങ്ങൾ. നമ്മുടെ മുഖത്ത് ഒരുപാട് മസിലുകളില്ലേ? ഈ മസിലുകളെ ചലിപ്പിക്കാൻ ബ്രെയിനിൽ നിന്ന് സിഗ്നലുകൾ വരണം. ഈ സിഗ്നലുകളെ നമ്മൾ മോട്ടോർ ഫൈബറുകൾ എന്ന് പറയും. ഇതിന്റെ ഒറിജിൻ, അതായത് തുടക്കം, തലച്ചോറിലെ പോൺസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഫേഷ്യൽ മോട്ടോർ ന്യൂക്ലിയസ് എന്നൊരു കൺട്രോൾ സെന്ററിൽ നിന്നാണ്. അവിടെ നിന്നുള്ള ഓർഡറുകളാണ് നമ്മൾ ചിരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമൊക്കെയായി മുഖത്ത് കാണുന്നത്. ശരി, മുഖഭാവത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോകാം. ഫേഷ്യൽ നെർവിന്റെ രണ്ടാമത്തെ പ്രധാന ജോലി, അതായത് നമ്മുടെ ശരീരത്തിലെ ചില സ്രവങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതെ, കരച്ചിലും പിന്നെ വായില് വെള്ളം വരുന്നത്, അതായത് ഉമിനീര്, ഇതൊക്കെ ഒരു തരത്തിൽ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന കാര്യങ്ങളല്ലേ? ഈ ഓട്ടോമാറ്റിക് സിഗ്നലുകൾ കൊണ്ടുപോകുന്ന ഫൈബറുകളാണ് ഇതിന് പിന്നിൽ. ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയുള്ള കമാൻഡ് വരുന്നത് സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒറ്റൊരു ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ്. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ 2 ജോലികളും, അതായത് കണ്ണുനീരുണ്ടാക്കുന്നതും ഉമിനീരുണ്ടാക്കുന്നതും, ഒരേ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങിയാലും അവ ലക്ഷ്യത്തിലെത്താൻ 2 വേറെ വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് കണ്ണുനീരിന്റെ കാര്യമെടുക്കാം. അതിന്റെ യാത്ര ഒരു റോഡ് ട്രിപ്പ് പോലെയാണെന്ന് പറയാം. ഫൈബറുകൾ ആദ്യം മെയിൻ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എടുക്കും. എന്നിട്ട് ഗ്രേറ്റർ പെട്രോസൽ നെർവ് എന്ന പേരുള്ള ഒരു പുതിയ റോഡിലേക്ക് കയറും. കുറച്ചു ദൂരം പോയിട്ട് ഒരു ജംഗ്ഷനിൽ, അതായത് ടെരിഗോപാലറ്റിൻ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിർത്തും. അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനമായ കണ്ണുനീർ ഗ്രന്ഥിയിലേക്ക് എത്താൻ വേറെ നെർവുകളുടെ കൂടെ ലിഫ്റ്റ് അടിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണമായൊരു റൂട്ടാണിത്. ഓക്കെ, ഇനി നമുക്ക് ഫേഷ്യൽ നെർവിന്റെ മൂന്നാമത്തെ ജോലിയിലേക്ക് കടക്കാം. ഇതും വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. രുചി. നമ്മുടെ ടേസ്റ്റുമായി ഈ നെർവിന് എന്ത് ബന്ധമാണെന്ന് നോക്കാം. ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. നമ്മുടെ നാവിനെ ഒരു ഭൂപടം പോലെ കാണിച്ചേക്കുവാണ്. അപ്പൊ നിങ്ങളൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നാവിന്റെ തുമ്പിൽ വെച്ച് തന്നെ ആ മധുരം കിട്ടുന്നില്ലേ? ആ രുചിയുടെ സിഗ്നൽ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ആരാണെന്നറിയോ? അതെ, നമ്മുടെ ഫേഷ്യൽ നെർവ് തന്നെ. കാരണം നാവിന്റെ മുൻപിലുള്ള 3/2 ഭാഗത്തെ രുചിയും അറിയാനുള്ള ചുമതല ഈ നെർവിനാണ്. അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനുണ്ട്. അയാളുടെ പേരാണ് കോഡ ടിംപാനി. ഇത് ഫേഷ്യൽ നെർവിന്റെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് 2 സിഗ്നലുകളും ഒരുമിച്ച് കൊണ്ടുപോകും. അതായത് ഉമിനീരുണ്ടാക്കാനുള്ള ഓർഡറും നാവിൽ നിന്നുള്ള ടേസ്റ്റിന്റെ വിവരവും. ഒരേ വഴിയിൽ 2 ട്രാഫിക്. അതിലും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ നെർവ് നമ്മുടെ ചെവിയുടെ ഉള്ളിലൂടെ, അതായത് മധ്യകർണത്തിലൂടെ ഒരു ചാട്ടം ചാടിയാണ് അതിന്റെ വഴിക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ 3 ജോലികൾ കണ്ടു. ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് നടക്കുന്നതെന്ന് ഒരു സംശയം തോന്നുന്നില്ലേ? അതിന് നമുക്ക് ഈ നെർവ് പോകുന്ന ആ വളഞ്ഞുപുളഞ്ഞു വഴിയൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ നെർവ് ഫൈബറുകള് തലച്ചോറിൽ നിന്ന് നേരെ പുറത്തേക്ക് വരുന്നില്ല. പകരം അവ ആദ്യം തലച്ചോറിനുള്ളിൽ തന്നെ കുറച്ചു ദൂരം പുറകോട്ട് പോവും. എന്തിനായിരിക്കും ഈ വിചിത്രമായ ഒരു വളഞ്ഞ വഴി? ഇതിനെക്കുറിച്ച്
ഡോക്ടർ നിജീബ് രസകരമായൊരു കഥ പറയാറുണ്ട്. അതായത് ഈ ഫേഷ്യൽ നെർവ് ഫൈബറുകൾക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റി. പിന്നിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് കേട്ട് അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടത് സെക്സ് എന്നല്ല, സിക്സ് എന്നാണെന്ന്. അതായത് 6ാമത്തെ നെർവിന്റെ ന്യൂക്ലിയസ്. അപ്പൊ പിന്നെ ആ നിരാശയില് 6ാമത്തെ നെർവിനെ ഒന്ന് വലം വെച്ചിട്ടാണ് നമ്മുടെ ഫേഷ്യൽ നെർവ് മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. ഇതോർക്കാൻ എളുപ്പമുള്ളൊരു കഥയാണ്. അപ്പോ ആ യാത്രയുടെ ഒരു റൂട്ട് മാപ്പ് നോക്കാം. ബ്രെയിൻ സ്റ്റെമ്മിൽ 6ാമത്തെ നെർവിന് ചുറ്റിയ ശേഷം ഇത് നമ്മുടെ കേൾവിയുടെ നെർവിന്റെ കൂടെ തലയോട്ടിക്കുള്ളിലേക്ക് കയറും. എന്നിട്ട് ചെവിയുടെ ഉള്ളിലൂടെ പോയി സ്റ്റെപ്പീഡിയസ് എന്നൊരു കുഞ്ഞു മസിലിനൊരു ബ്രാഞ്ച് കൊടുക്കും. അതിനുശേഷം തലയോട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുഖത്തെ ഭാവങ്ങൾ നിയന്ത്രിക്കാനായി 5 പ്രധാന ശാഖകളായി പിരിഞ്ഞങ്ങ് പോകും. നമ്മളൊരു കാര്യം പറയാൻ വിട്ടു. ഇതിന് 4ാമതായി ഒരു ചെറിയ ജോലി കൂടിയുണ്ട്. വളരെ മൈനറാണ്. നമ്മുടെ ചെവിയുടെ ഒരു കുഞ്ഞു ഭാഗത്ത് തൊടുമ്പോഴോ അല്ലെങ്കിൽ അവിടെ വേദനിക്കുമ്പോഴോ ആ വിവരം അറിയുന്നത് ഈ ഫേഷ്യൽ നെർവിന്റെ ഒരു കുഞ്ഞു ബ്രാഞ്ച് കാരണമാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് ഒരൊറ്റ നെർവല്ല. സത്യത്തിൽ 4 വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന 4 തരം ഫൈബറുകൾ ഒരുമിച്ചു പോകുന്ന ഒരു സൂപ്പർ ഹൈവേ ആണത്. ഈ ടേബിളിൽ നോക്കിയാൽ നമുക്കതിന്റെ ഫുൾ ചിത്രം കിട്ടും. 4 തരം ഫൈബറുകൾ. ഒന്നാമത്തേത് മോട്ടോർ, ജോലി, മുഖഭാവം. അത് പോകുന്നത് മുഖത്തെ മസിലുകളിലേക്ക്. രണ്ടാമത്തേത് പാരാസിമ്പത്തറ്റിക്, ജോലി, കണ്ണുനീരും ഉമിനീരും ഉണ്ടാക്കുക. അത് പോകുന്നത് ഗ്രന്ഥികളിലേക്ക്. മൂന്നാമത്തേത് സ്പെഷ്യൽ സെൻസറി, ജോലി, രുചി അറിയുക. അത് പോകുന്നത് നാവിന്റെ മുൻഭാഗത്തേക്ക്. നാലാമത്തേത് ജനറൽ സെൻസറി, ജോലി, ചെവിയിലെ സ്പർശനം അറിയുക. കണ്ടില്ലേ, ഓരോന്നിനും ഓരോ തുടക്കവും ഓരോ ലക്ഷ്യവും, പക്ഷേ യാത്ര ഒരുമിച്ച് ഒരേ വഴിയിലൂടെ. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വന്ന് കരയുമ്പോ അതുമല്ലെങ്കിൽ നല്ല രുചിയുള്ള എന്തെങ്കിലും കഴിക്കുമ്പോ ഒരു നിമിഷം ഓർക്കുക, ഈ ഓരോ അനുഭവത്തിനു പിന്നിലും എത്രമാത്രം സങ്കീർണവും കഴിവുകളുള്ളതുമായ ഈ ഫേഷ്യൽ നെർവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ ശരീരം ഇതുപോലെ വേറെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കൺമുന്നിൽ തന്നെ നമ്മൾ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.